എന്താണ് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എൻ്റെ ഇന്നർ വോയിസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുള്ള ആൾക്കാരായിട്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾ അവരെ ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്, നിങ്ങൾ അവരെ കമ്പയർ ചെയ്യാറുണ്ടോ? സെൽഫ് ഹേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ സെൽഫ് ഹാം ചെയ്യുന്നതോ, അതുപോലെ തന്നെ എനിക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ല എന്ന രീതിയിൽ പറയുന്നത് മാത്രമല്ല. ഇത് നമ്മുടെ ഒരു സെൽഫ് വ്യൂ ആണ്. നമ്മൾ സെൽഫ് ഹേറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് സെൽഫ് ടോക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് രീതിയിലാണ് സ്വയം നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെ? ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കഴിവില്ല, ഞാൻ എന്നും ഫെയിൽ ആയി പോവും, ഇതൊന്നും ശരിയാവില്ല, എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് നല്ലതൊന്നും സംഭവിക്കുന്നില്ല. ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ആണോ നമ്മൾ സ്വയം ചെയ്യുന്നത്? അതുപോലെ തന്നെ നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് എനിക്ക് സ്വയം ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു, അത് ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ എന്നെ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതോ ഞാൻ ആ മിസ്റ്റേക്കിൽ നിന്ന് ലെസൺ ലേൺ ചെയ്ത് ആ എന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും ചിന്തിക്കാതെ കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ എന്നെ തന്നെ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് എന്നെ സ്വയം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് നോക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്ക് ഒരിക്കലും എന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ എന്തെങ്കിലും ഒരു അഡിക്ഷനോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റോ എനിക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും എനിക്ക് എന്നെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ചുറ്റുള്ള ഒരുപാട് പേരായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് പേരായിട്ടെല്ലാം നമ്മൾ സ്വയം കമ്പയർ ചെയ്ത് നമ്മൾ പോലും അറിയാതെയോ അറിഞ്ഞോ നമ്മളെ തന്നെ ഒരുപാട് ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് മറ്റൊരാളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതായത് അവരുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല, അവർക്കെല്ലാം പുതിയ ജോബ് ലഭിക്കുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ജോലിയിൽ ഇൻക്രിമെന്റോ പ്രത്യേകിച്ച് പുതിയ ജോലിയോ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല. ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മുടെ ചുറ്റുള്ള ആൾക്കാരായിട്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം തന്നെ സെൽഫ് ഹേറ്റ് ആണ്, അല്ലെ? എനിക്ക് എന്നെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യില്ല, നമ്മൾ കമ്പയർ ചെയ്യില്ല, നമ്മൾ ഒരിക്കലും നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യില്ല. നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് എല്ലാം നമുക്ക് ക്ഷമിക്കാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് നിങ്ങൾ എങ്ങനെയാ സംസാരിക്കുക? നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾ അവരെ ബോഡി ഷേമിങ് ചെയ്യാറുണ്ടോ? നിങ്ങൾ അവരെ കമ്പയർ ചെയ്യാറുണ്ടോ മറ്റൊരാളായിട്ട്? അതുപോലെ തന്നെ നിങ്ങൾ അവരൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരോട് സംസാരിക്കുക? അപ്പൊ ശരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വയം ഹേറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ? ഇനി ഈ സെൽഫ് ഹേറ്റ് എങ്ങനെയായിരിക്കും ഡെവലപ്പ് ആയിട്ടുണ്ടായിരിക്കുക? ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ സെൽഫ് വ്യൂ എന്ന് മുന്നേ പറഞ്ഞില്ലേ, അതായത് എനിക്ക് എന്നെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആ സെൽഫ് വ്യൂ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 0 to 7 years എന്നുള്ള നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ലേൺ ചെയ്തിട്ടുള്ള ബിലീവ്സ്, ഇതിൽ നിന്നായിരിക്കും ഈ സെൽഫ് വ്യൂ ഡെവലപ്പ് ആയിട്ടുണ്ടായിരിക്കാം. ഈ സെൽഫ് ഹേറ്റ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ 1 year മുന്നോ തുടങ്ങിയിരിക്കുന്നതല്ല. ഇത് എൻ്റെ കൂടെ വളരെ കാലങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് ഈ സെൽഫ് ഹേറ്റ്. 0 to 7 years ചൈൽഡിന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും എന്ത് എക്സ്പീരിയൻസ് ചെയ്താലും അവർക്കൊരിക്കലും അതിന്റെ ലോജിക്ക് എന്താണെന്നോ അതെന്തുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പേരൻസ് ആയിരിക്കാം, നമ്മുടെ ചുറ്റുണ്ടായിരുന്ന മുതിർന്ന ആൾക്കാരുണ്ടായിരിക്കാം, നമ്മുടെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ പല റിലേറ്റീവ്സ്, ഇവരെല്ലാം പറയുന്ന പല കാര്യങ്ങളും ഈ 0 to 7 years ചൈൽഡ് അതേപോലെ ഏറ്റെടുത്ത് വെക്കാറുണ്ട്. എക്സാമ്പിൾ ആയിട്ട് എൻ്റെ ഒരു ക്ലയന്റിന്റെ 7 years ആ ചൈൽഡിന്റെ റിലേറ്റീവ് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ചൈൽഡിനെ കോൺസ്റ്റന്റ് ആയിട്ട് കമ്പയർ ചെയ്ത് ആ ചൈൽഡിനോട് പറയുന്ന കാര്യമാണ്, നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്ന്. സ്റ്റേറ്റ്മെന്റ് ക്രിട്ടിക്കലായി ചിന്തിക്കാനോ ലോജിക്കലായിട്ട് മനസ്സിലാക്കാനോ ഈ ചൈൽഡിന് സാധിക്കില്ല.
അതുകൊണ്ട് തന്നെ ഈ ചൈൽഡിന്റെ അഡൽട്ട് ലൈഫിൽ ഇന്നും ആ ഒരു അസംഷൻ, ആ ബിലീഫ് സിസ്റ്റത്തിലാണ് ആ ചൈൽഡ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പേരൻസ് ചൈൽഡിനെ ഒരുപാട് കമ്പയർ ചെയ്യാറുണ്ട്. ചുറ്റുള്ള ആൾക്കാരായിട്ടൊക്കെ ഈ ചൈൽഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ചൈൽഡ് അവിടെ പഠിക്കുന്നത് എനിക്ക് കഴിവില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇത് തന്നെയല്ല ഇവരുടെ അഡൽട്ട് ലൈഫിലും ഇവർ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇന്നർ വോയിസ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് കഴിവില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല. ഏതൊരു ചൈൽഡും ജനിക്കുന്നത് ഒരു ക്ലീൻ ഷീറ്റ് പോലെയാണ്. ചൈൽഡ്ഹുഡിൽ പലപ്പോഴും ചുറ്റുണ്ടായിരുന്ന മുതിർന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ പേരൻസ് ആയിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം. ഇവരെല്ലാം തമാശക്ക് പറയുന്ന അവരുടെ കുറെ ജോക്സ് ഉണ്ടായിരിക്കും, തമാശക്ക് പറയുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ അവരുടെ സ്വയം ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അതായത് എനിക്കൊരു ഇൻസെക്യൂർ ആയി തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മറ്റൊരാളിൽ നമ്മൾ ഫോക്കസ് ചെയ്യും അല്ലെ. ആ ഒരു ഇൻസെക്യൂരിറ്റി പലപ്പോഴും ഈ ചൈൽഡിന് തമാശ രൂപയാണ്, അതുപോലെ തന്നെ വളരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലെല്ലാം ചൈൽഡിന് നമ്മൾ പാസ് ചെയ്യാണ്. ഈ ചൈൽഡിന് അതുവരെ എന്തൊരു ബോഡി പാർട്ടിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്നോ, എനിക്ക് ഹെയർ ഇല്ലാത്തൊരു പ്രോബ്ലം ആണെന്നോ, എനിക്ക് ഹൈറ്റ് ഉള്ളത് ഒരു പ്രശ്നമാണെന്നോ, ആൺകുട്ടികളായി കഴിഞ്ഞാൽ മസിൽ വേണം, ആൺകുട്ടികളായി കഴിഞ്ഞാൽ നല്ല ബോഡി വേണം, ഇതൊന്നും ചൈൽഡിന് അറിയത്തില്ല അല്ലെ. അവര് പലപ്പോഴും തമാശ രൂപേണ പറയുന്ന പല കാര്യങ്ങളും ഈ ചൈൽഡ് അതേപോലെ എടുത്തു വെക്കും. നിങ്ങളുടെ പല ഇൻസെക്യൂരിറ്റീസും 99% നിങ്ങളുടെ ആയിരിക്കില്ല. നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ ലേൺ ചെയ്ത് വന്നിട്ടുള്ള ചുറ്റുള്ള ആൾക്കാരുടെ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇൻസെക്യൂരിറ്റി ആണ് എന്ന് പറഞ്ഞെടുത്ത് വെക്കുന്ന കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് ഈ സെൽഫ് ഹേറ്റ് ഓവർകം ചെയ്യാം? ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് വ്യൂ ഉണ്ടായിരിക്കും. അത് നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് വ്യൂ ആണെങ്കിൽ ഈ സെൽഫ് വ്യൂ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതിന് ആദ്യം തന്നെ നമ്മളായിട്ടുള്ള ഒരു ഇന്റേണൽ വാർ ഉണ്ടല്ലോ, അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ആദ്യം തന്നെ വേണ്ടത് അവയർനെസ് ആണ്. അതായത് എനിക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്, ഇന്നർ വോയിസ് എനിക്കുണ്ട് എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴോ, നമ്മൾ സ്വയം ജഡ്ജ് ചെയ്യുമ്പോഴോ, നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്യുമ്പോഴോ, എന്താണ് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എൻ്റെ ഇന്നർ വോയിസ്, ഇത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അടുത്തതായിട്ട് ഈ ഇന്നർ വോയിസിന്റെ ഒറിജിൻ കണ്ടെത്താൻ നോക്കുക. ഇതിന്റെ ഒറിജിൻ കണ്ടെത്തണം. ഇത് എൻ്റെ തന്നെയാണോ, അതോ ഞാൻ എൻ്റെ ചുറ്റുണ്ടായിരുന്ന എൻ്റെ മുതിർന്നവരായിട്ടുള്ള അവരുടെ അടുത്ത് ഞാൻ പഠിച്ചതാണോ? ഇത് പലപ്പോഴും നിങ്ങളുടെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മുടെ ചുറ്റുണ്ടായിരുന്ന മുതിർന്നവരായിട്ടുള്ള ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ, അതോ നമ്മൾ ലേൺ ചെയ്ത് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. പലപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാരണമായിരിക്കും ഈ തോട്ട് ആയാലും ഈ ഇന്നർ വോയിസ് ആയാലും ഒക്കെ വരുന്നുണ്ടായിരിക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടെത്തി നമ്മൾ അതിനെ റീപാരന്റ് ചെയ്യണം. നമ്മൾ സെൽഫ് കമ്പാഷൻ ഒക്കെ പറയില്ലേ, ഞാൻ എങ്ങനെയായിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കുക, അതേപോലെ നമ്മൾ സംസാരിക്കണം. അതായത് ഈ ഇന്നർ വോയിസ് എൻ്റെ അല്ല, ഇത് എവിടെ നിന്ന് വന്നു, അതിനുശേഷം എനിക്ക് എങ്ങനെ സംസാരിക്കാം, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് ഞാൻ എങ്ങനെയായിരിക്കും സംസാരിക്കാം, അത്രയും സ്നേഹത്തോടെയും. അതുപോലെ തന്നെ ഇങ്ങനെ സ്വയം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പല നെഗറ്റീവ് സെൽഫ് ടോക്കും പല ഇന്നർ വോയിസും നമ്മുടെ എല്ലാം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആ ഇന്നർ വോയിസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അതിനെ ഫ്ലിപ്പ് ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുണ്ടായിരുന്ന പലരും, പല മുതിർന്ന ആൾക്കാരും നമ്മുടെ ഫോൾട്ടും നമ്മുടെ മിസ്റ്റേക്കും എല്ലാം ആയിരിക്കും ചൂണ്ടിക്കാണിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളുടെ കുറെ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് ഉണ്ടായിരിക്കും. ഇത് പലപ്പോഴും നമ്മളുടെ അടുത്ത് പറഞ്ഞു തരാനോ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ നമുക്ക് പലപ്പോഴും ആൾക്കാർ ഉണ്ടായിരിക്കില്ല. അതെന്ത് ചെയ്യണം, സ്വയം നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ്, അത് നമ്മൾ കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് വ്യൂ ഉണ്ടല്ലോ, ഇത് ചേഞ്ച് ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് വ്യൂ ആവാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് ആണ്, നമുക്ക് നമ്മളോട് സ്വയം ക്ഷമിക്കാൻ പറ്റും. നമ്മൾ പല മിസ്റ്റേക്കുകളും നമ്മുടെ ലൈഫിൽ ചെയ്യാറുണ്ട് അല്ലെ. ഈ മിസ്റ്റേക്കുകൾ നമുക്ക് നമ്മളോട് തന്നെ സ്വയം ക്ഷമിക്കാൻ തുടങ്ങാം. അതായത് നമ്മൾ ഈ മിസ്റ്റേക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ സ്വയം ബ്ലെയിം ചെയ്തിരിക്കുമ്പോൾ ഇതിലൊരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നില്ല അല്ലെ. ഇത്തരത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് ബ്ലെയിം ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇത് വളരെ നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ
നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും വലിയ വലിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മളോട് സ്വയം ക്ഷമിക്കാൻ തുടങ്ങാം. നമ്മൾ ചെയ്തു പോയിട്ടുള്ള പല മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ, ആ മിസ്റ്റേക്കിന്റെ പിന്നിലുള്ള ലേണിങ്സ് നമ്മൾ അറിയാൻ ശ്രമിച്ചു തുടങ്ങും. ഇങ്ങനെ പല മിസ്റ്റേക്കുകളുടെ ലേണിങ്സ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്, അതുപോലെ തന്നെ സെൽഫ് വ്യൂ, ഇത് പലപ്പോഴും നമ്മൾ സെൽഫ് ഹാം ചെയ്യുന്നതിലും അതുപോലെ തന്നെ പല അഡിക്ഷൻസിലേക്കെല്ലാം നമ്മളെ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സെൽഫ് വ്യൂ നിങ്ങൾക്ക് സ്വയം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തായാലും ഒരു പ്രൊഫഷണലിന്റെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ ശ്രമിക്കുക. സെൽഫ് ഹേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അല്ല. അതായത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് നിങ്ങൾ ലേൺ ചെയ്ത് വന്നിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങളുടെ ബിലീവ്സിൽ നിന്നായിരിക്കും ഈ ഒരു സെൽഫ് നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കും ഒരു സെൽഫ് ഹേറ്റ് എല്ലാം നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബിലീവ് സിസ്റ്റംസും ഇത്തരത്തിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസിൽ നമ്മൾ പെയിൻഫുൾ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ എന്താണോ അസ്യൂം ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെൽഫ് ഹേറ്റ് എന്ന് പറഞ്ഞ ആ സെൽഫ് വ്യൂ ചേഞ്ച് ആയി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് വ്യൂയിലേക്ക് നമുക്ക് മാറാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും.